ഞാൻ ഇന്നലെ ഈ ഹോട്ടലിലാണ് കേട്ടോ താമസിച്ചത്. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ശ്രീ ഷൺമുഖ എന്നാണ്. തഞ്ചാവൂർ ടെമ്പിളിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് കാണുന്നുള്ളത്. ഇനി ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ ഈ ബുക്ക് ചെയ്തത് booking.com അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവർ എക്സ്ട്രാ കാശ് ചോദിച്ചു. ഞാനത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. പിന്നെ അങ്ങേരെ എൻ്റെ അടുത്ത് ഇറങ്ങി പോകാൻ പറയും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ഞാനത് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. ഇത്തരം സ്കാംസ് ഒരുപാടുണ്ട്. കാശ് നമ്മൾ കൊടുക്കുന്ന ബുക്ക് ചെയ്ത കാശിന് മേലെ ഒരു രൂപ പോലും കൊടുക്കരുത് ഇത്തരം സ്ഥലങ്ങളിൽ. എനിക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് വില്ലിങ് ആയത്. ഞാൻ അധികം കാശ് കൊടുക്കുമ്പോഴേ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനത് ഗൂഗിൾ റിവ്യൂ ഇടുന്നുള്ളത്. അതുപോലെ എനിക്ക് യൂട്യൂബിലും ഞാനത് ഇടുന്നു ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം ദൂരെ യാത്ര ചെയ്തു വരുന്ന ആളുകൾ നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസൊക്കെ നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബാർഗൈനിങ് ഇവർ നടത്തുമ്പോൾ അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ മഴ പെയ്തിട്ടുണ്ടോ കണ്ണാടിയിൽ? എനിക്ക് ഇനി ഏകദേശം 90 കിലോമീറ്റേഴ്സ് പോകാനുണ്ട്. ഈ 90 കിലോമീറ്റേഴ്സിൽ ഞാനൊരു ടീ ബ്രേക്ക് എടുക്കും. അതല്ലാതെ വേറെ സ്റ്റോപ്സ് ഒന്നുമില്ല. പിന്നെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ബൈക്ക് റൈഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ നല്ല ക്ലൈമറ്റാണ്, വെയിൽ തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഭയങ്കര കൂളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വിദഗ്ധൻ അവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, പോയോട്ടെ. ഞാനേതോ പടിയിനൊക്കെ നീട്ടി വരാണ്. ഞാൻ താഴെ ഇറക്കി തരാം. പോട്ടെ. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? എന്താണ് താങ്കളുടെ ഉദ്ദേശം? നിന്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അമ്മയെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കൊണ്ട് ഇറക്കി കൊടുക്കാം. നായച്ചേട്ടാ, എനിക്ക് നിന്റെ കുട്ടികളൊന്നും വേണ്ടായിരിക്കും. നിന്റെ അമ്മേതാ അവിടെ? അവിടെ വെക്കാം. അവിടെ വേണം. അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, അവരൊന്നിക്കുകയാണ്. ഞാനാണ് അതിന് അതിനെ കൂടെ കൂട്ടിക്കോ. ബാക്കിലോടാ. ആ ചെറുതിനെ നോക്കി എന്ത് രസം എന്നെ കാണാൻ.
കൈ കഴുകണമല്ലോ. ഏകദേശം 4 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ 90 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഒരു 3 ഷോർട്ട് ബ്രേക്സും ഞാൻ എടുത്തിട്ടുണ്ട്. രാവിലെ 11:30 വണ്ടി ഓടിക്കാൻ തുടങ്ങി ഞാൻ വൈകിട്ട് 3:30 ആയപ്പോഴാണ് ഈ വൈത്തീശ്വരൻ കോവിൽ നിൽക്കുന്ന മയിലാടുംതുറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുന്നത്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് അമ്പലത്തിൻ്റെ അകത്താണ്. അമ്പലത്തിൻ്റെ അകത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പാർക്കിംഗ് സ്പേസിലാണ് ഞാൻ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തത്. ഇതാണ് അമ്പലത്തിനകത്തേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇവിടേക്ക് പോകുന്ന റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ഒരുപാട് നാഡീജോൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ കാണാം. അവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് റേറ്റ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ റേറ്റ് പറഞ്ഞ് നമ്മളവിടേക്ക് അവർ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു നല്ല സ്ഥാപനം ഏതാണെന്ന് ഇവിടെ എത്തിയിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ കാണുന്നതൊക്കെ ഈ നാഡീജോൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ ഇതൊരു വലിയ ബിസിനസ്സാണ്. അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ കൂടെ ചില ആളുകൾ നമ്മളടുത്ത് വന്ന് ചോദിക്കും, ഇത്ര പൈസ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്തും ആളുകൾ നമ്മളോട് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു വലിയ ബിസിനസ്സാണ്, വലിയൊരു ബിസിനസ്സാണ് ഇത്. ഇതിൻ്റെ ജെന്യൂനിറ്റി നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകളോടുള്ള എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞാൽ, റെഫറൻസിൻ്റെ ബേസിൽ ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ പറയും ഇങ്ങനെ ഒരാളുണ്ട് ഇയാൾ നല്ലതാണ് എന്ന് പറയുന്ന, അല്ല അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ആ ആളെ പോയിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഞാൻ എത്തിച്ചേർന്ന സമയത്ത് ഇവിടെ ഒരുപാട് തിരക്കൊന്നും ഇല്ല. ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ തന്നെയാണ് അമ്പലത്തിനകത്തുള്ളത്. പുറത്തുനിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ ദൂരയാത്രകൾ ചെയ്തു വന്നിട്ടുള്ള ആളുകളൊന്നും ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
വൈദീശ്വരൻ കോവിലിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശിവൻ ഇവിടെ വൈദീശ്വരൻ എന്ന പേരിലാണ് കുടികൊള്ളുന്നത്. വൈദീശ്വരൻ എന്ന പേരിൻ്റെ അർത്ഥം ലോർഡ് ഓഫ് മെഡിസിൻ എന്നാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരുമെന്നാണ് ചരിത്രം പറയുന്നത്. ഈ കുളത്തിൻ്റെ പേര് ജടായുക്കുണ്ട് എന്നാണ്. അതായത് രാവണൻ സീതേനെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജടായു എന്ന് പറഞ്ഞ പക്ഷി തടയുന്നുണ്ടല്ലോ, അതിനുശേഷം രാവണൻ ജടായുവിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ജടായുവിൻ്റെ മരണശേഷം ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ വന്നിട്ടാണ് ഈ ജടായുവിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇറങ്ങി കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്നൊക്കെ മോക്ഷം കിട്ടും. അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അസുഖങ്ങൾ മാറാനും അത് വഴിവെക്കും എന്നാണ് പറയപ്പെടുന്നത്. ശിവനാടി സൂക്ഷ്മ ഗാഠ ഗൗരങ്ങൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ദൈവസ്വഭാവം. അരുൾ காட்டி பொருள் காட்டி அன்பும் காட்டி அகிலமயம் பெருங்கண்ண சோதி காட்டி இருள் நோக்கி எமைகாத்த கவலத்தை இடையறவு செய்யும் ஈசா பொருளவே போற்றிய தேவியை உன்பாதம் அடிபணிந்திரவே. இது ദൈവസ്വഭാവം. நீங்கள் തന്നെ കൈകളുള്ള അടയാളം, അതൊക്കെ ഒരു പേരുണ്ട്, കലസരേഖ. കലസരേഖ ഇതിൽ നിങ്ങൾക്ക് 4 കുത്തുകൾ ഉണ്ട്. 4 കുത്തുകൾ നിങ്ങൾക്ക് 2 കുത്തുകൾ നല്ലതാണ്, 2 കുത്തുകൾ നല്ലതാണ്, 2 കുത്തുകൾ ചീത്ത കുത്തുകളാണ്. ഇതേ പ്രാവണം അല്ലെങ്കിൽ നല്ലതാണ്. നല്ല ആൾക്കാർക്ക് സഹായിക്കണം, ഗുഡ് ഫ്രണ്ട്സ് വേണം, നല്ല ഫ്രണ്ട്സ് വേണം, ചീത്ത ഫ്രണ്ട്സ് വേണ്ട. നിങ്ങൾ പറ്റിക്കും. നിങ്ങൾ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വഴിയില്ല, മാർഗമില്ല. സ്വന്തം വീട്ടിൽ, അതായത് നിങ്ങളുടെ കേരള രാഷ്ട്രീയത്തിൽ ജീവിക്കാൻ വേറെ വേറെ രാഷ്ട്രീയം, അതർ സ്റ്റേറ്റ്, നോർത്ത് ഇന്ത്യ, ഇല്ലെങ്കിൽ നിങ്ങൾ കടൽ കടന്ന് ഫോറിൻ കൺട്രീസ്, അവിടെ ദൈവവിശ്വാസം ഒരുപാട് കാണാം. നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ശിവദർശനം നടത്തണം.
അതിനുള്ളതാണ്. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ അത് മുഖ്യമായത് എരുമേലി, പന്തളം, അച്ചൻകോവിൽ, ആരെയും ഇതുപോലെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ നീരാഞ്ജനം നടത്തണം. നീരാഞ്ജനം നടത്തിയിട്ട് നെയ്യ് അഭിഷേകം നടത്തണം. അത് നിങ്ങൾക്ക് നല്ലതാണ്. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. മുഖ്യമായും നിങ്ങൾ ഇപ്പോൾ കളിജന്മം പറയും. കളിജന്മം നിങ്ങൾ ജനിച്ച ദേശം അത് ആന്ധ്രയിൽ ജനിച്ച്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ജനിച്ച സ്ഥലം നെല്ലൂർ എന്ന നാട്ടിൽ നിങ്ങൾ ജനിച്ച്. അപ്പോൾ നിങ്ങളുടെ പേര് സത്യനാരായണ. തെലുങ്ക് മാതൃഭാഷ. അച്ഛനമ്മമാർക്ക് നിങ്ങൾ ആദ്യത്തെ പയ്യൻ ആ ജന്മത്തിൽ, ആദ്യത്തെ പയ്യൻ. രണ്ടാമത്തെ പോലെ അണിയെത്തി, വേറെ ആറില്ല. ആ ജന്മത്തിൽ നിങ്ങൾ ഒരു വിഷ്ണു അമ്പളം വെച്ച് നിങ്ങൾ തൊഴുതു വന്നു. എപ്പോൾ നിങ്ങളുടെ അറിവിന് ശേഷം. അതുകൊണ്ട് ഈ ജന്മ അവതാര കാരണം ജന്മം വിഷ്ണുന്റെ അമ്പളം വെച്ച് അതുകൊണ്ട് ഈ ജന്മ അവതാര കാരണം. റീസൺ ഈ ജന്മം ജനിക്കാൻ കാരണം, ഈ ജന്മം എടുക്കാൻ കാരണം, ജനിക്കാൻ കാരണം. പക്ഷെ ഈ ജന്മം നിങ്ങൾക്ക് അവസാന ജന്മം, മറുപടി ജന്മമില്ല, മോശമില്ല. അത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ആ ജന്മത്തിൽ അതിനുശേഷം പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി പേഴ്സണലി എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ട്രൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല എനിക്ക് ഇവിടെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെയധികം സീരിയസ് ആയി കാണുന്ന ഒരാൾ, വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതിനെപ്പറ്റി അന്വേഷിച്ച് പഠിച്ച് റെഫറൻസിന്റെ ബേസിൽ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുള്ള ഒരു നാടിജോത്സ്യനെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അതല്ല ഒരു ഫൺ എലമെന്റ് മാത്രം വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് അറിയാൻ, അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അമ്പലത്തിന്റെ ഇരുവശങ്ങളിലും ആയിട്ടുള്ള റോഡിന്റെ രണ്ട് സൈഡിലും ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാടിജോത്സ്യന്മാർ. അതിലാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇനി സത്യനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പാസ്റ്റ് ലൈഫും അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ളത് ആന്ധ്രയുടെ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാൻ ഫാർമറായിരുന്നു, എനിക്ക് അമ്പലം ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഒരു രസം തോന്നി. ഈ മൊത്തം എക്സ്പീരിയൻസിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ് പുള്ളി പറഞ്ഞതിൽ. ഇപ്പം ഞാൻ തിരിച്ച് തഞ്ചാവൂരിലേക്കാണ് പോകുന്നത്. അവിടെയുള്ള റൂം ഞാൻ വെക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നാളെ രാവിലെ ഞാൻ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നതായിരിക്കും. ഇനി ഈ യാത്ര എനിക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനുഭവമാണ്. ഒരു സ്ഥലത്ത്, പുതിയൊരു സ്ഥലത്ത് നമ്മൾക്കറിയാത്ത ആളുകൾ, അവിടുത്തെ സംസ്കാരം, ഇതിലൂടെയൊക്കെയുള്ള ഒരു യാത്ര. അതിൽ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഫോർ മീ ഇറ്റ് ഇസ് എൻ എക്സ്പീരിയൻസ്.